Hi friends, Master X vlogിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട്. POCO X2 ആണ് നമ്മൾ മേടിച്ചത്. നമ്മൾ ഇതിന്റെ റിവ്യൂ കാര്യമായിട്ട് വലിയ റിവ്യൂ ഒന്നും ചെയ്യലൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കവർ ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് വലിയൊരു ചാർജറുണ്ട്, സ്പീഡ് ചാർജറാണ്. അതുപോലെ അതിൻ്റെ കേബിള്. നമുക്കിനി ഈ ഫോണൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മളെ ഫോണ്. ഇതൊന്ന് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ് നമുക്കിനി ഈ ഫോണിൻ്റെ കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അത് നമുക്ക് ഇതിന് ലോക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതാണ് ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിന് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. 64 MB ക്യാമറയാണ് ഇതിന് വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 2 ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 64 MB സോണി IMX 686 അതുപോലെ തന്നെ 64 MB ഒരു സെൻസറാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ 8 MB സ്മോൾ ക്യാമറ, അതുപോലെ തന്നെ 2 MB 2 ക്യാമറയും ഇതിന് സപ്പോർട്ടായിട്ട് മൈക്രോ ക്യാമറ ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ സ്ക്രീൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 20 MB + 2 MB 2 ക്യാമറയാണ് ഇൻ സ്ക്രീൻ ക്യാമറ ആയിട്ട് വരുന്നത്. ഫ്രണ്ട്സ് നമുക്കിതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് നോക്കാം. നല്ല ഹൈ റെസൊല്യൂഷനിൽ നല്ല അടിപൊളി ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വ്ളോഗിങ് ടൈപ്പ് വീഡിയോസൊക്കെ എടുക്കാം. അത് വ്ളോഗ് ചെയ്യണവർക്ക് ഇത് ഉപകാരമാണ്. അതിന് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് വ്ളോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൻ്റെ മേലെ വരുന്നുണ്ട്. ഇതാണ് ഓപ്ഷൻ V എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത കുറച്ച് വീഡിയോസ് നമുക്ക് അതിൻ്റെ ഇതായിട്ട് വരും. ഇതതിൻ്റെ ഒരു ഓപ്ഷൻ വീഡിയോ ആണ്. ഇതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ അടുത്ത വീഡിയോ. അതൊരു എഫക്റ്റോട് കൂടിയ വ്ളോഗിങ് ടൈപ്പ് വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ഫ്രണ്ട്സ് നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള വേറൊരു ഐറ്റം ഇതിലുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു ഇൻട്രോ വീഡിയോ കാണിച്ചു തരും. ഈ രീതിയിലാണ് നമ്മൾ ഇത് വ്ളോഗിങ്ങിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന വീഡിയോൻ്റെ എഫക്റ്റുകളൊക്കെ വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷൂട്ട് വ്ളോഗ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ കാണിക്കും. നമ്മൾ ഫ്രണ്ടിലുള്ള ഇതാണ് റെക്കോർഡ് ചെയ്യുക. ഈ വീഡിയോ എങ്ങനെ നമുക്ക് നോക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഫ്രണ്ട്സ് നമുക്ക് ഒരു മാക്രോ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. മാക്രോ വീഡിയോ സെലക്ട് ചെയ്യാം. മാക്രോ വീഡിയോ ആണ്.
നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് ഇതിൻ്റെ മാക്രോ വീഡിയോ കിട്ടുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്. വ്ളോഗേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫോൺ തന്നെയാണ്. ഫ്രണ്ട്സ്, നമുക്ക് 64 MB ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡൊന്ന് ഓണാക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ള ആ തെങ്ങിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളത് എങ്ങനെയാണ് ഫോക്കസ് ചെയ്തെങ്കിൽ അല്ല കറക്റ്റായിട്ട് തന്നെ കാണാം. ബാക്കിയൊക്കെ ബ്ലറായതിനു ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത പോർട്രേറ്റ് ഫോട്ടോ ആണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായി കാണാം. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായി ഇതിൻ്റെ സ്ലോ മോഷൻ ഒന്ന് നോക്കാം. സ്ലോ മോഷൻ വീഡിയോയിൽ സ്ലോ മോഷൻ. സ്ലോ മോഷൻ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ സ്ലോ മോഷനാണ് ഇതിൽ എടുക്കാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ പ്രോ മോഡിലൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇതിൻ്റെ പ്രോ മോഡാണിത്. നല്ല ക്ലാരിറ്റി ഫോട്ടോസ് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഫോട്ടോ നമുക്ക് എടുത്ത് നോക്കാം. പ്രോ മോഡിൽ നമുക്ക് വേറൊരു ഫോട്ടോ എടുത്ത് നോക്കാം. മറ്റൊന്നെടുത്ത് നോക്കാം. പിന്നെ ക്യാമറ സംബന്ധമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ പുതിയതായിട്ട് അവൈലബിൾ ആണ്. വ്ളോഗിങ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയാണ് POCO X2. ഇനി നമുക്ക് മറ്റ് ഫീച്ചറുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഡിവൈസ് മോഡൽ POCO X2. അതുപോലെ പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ 10QKQ1 19.08.25.002 ആണ് ആൻഡ്രോയിഡ്. അതുതന്നെ സ്റ്റോറേജ് 64 GB ആണ്. ഇതിൻ്റെ 128 GB വരുന്നുണ്ട്. അതിന് റേറ്റ് കുറച്ച് കൂടും. ഫോണിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇത് റിഫ്രഷ് റേറ്റ് വരുന്നത് 120 Hz ആണ്. അതുപോലെ തന്നെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ ക്വാൽകോം പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ലിക്വിഡ് കൂൾ ടെക്നോളജിയാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് ഫോണിൽ. 4500 MHz ബാറ്ററി പവറാണ് ഇതിനുള്ളത്. 27 വാട്ട്സിൻ്റെ ചാർജർ ഇതിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും ഈ ഫോണ്. ഇതാണ് ഇതിൻ്റെ ചാർജർ. 27 വാട്ട്സ് ചാർജറാണ്. ഏകദേശം ഈ ഫോണ് അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. നല്ല അടിപൊളി ചാർജറാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ ഈ സൈഡിലാണ്. അല്ല, ഈ സൈഡിൽ ഇതാണ് അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ. ഞാൻ കാണിച്ചു തരാം അല്ലേ. ഇതാണ് ഫിംഗർ പ്രിൻ്റ്. നമ്മളെ സാധാരണ ഫോണിനൊക്കെ മറ്റു ഫോൺ ഇതിന് വേറെ മോഡൽ ഐറ്റംസ് ഇതിന് കോമ്പറ്റ് ചെയ്യുന്ന വേറെ കമ്പനീൻ്റെ മോഡലിനൊക്കെ വരുന്നത് ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്താണ്. ഇതിൻ്റെ സൈഡിലാണ്. അതായത് നമ്മൾ പവർ ബട്ടൺ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സ്കാനറായിട്ട് വരുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ ഫോണ്
സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗൊറില്ല ഗ്ലാസ് ആണ്. ഗൊറില്ല ഗ്ലാസ് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഇതിൽ വരുന്നത്. അതായത് നല്ല അത്യാവശ്യം ചെറിയൊരു വീഴ്ചയിലും മറ്റും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫോണിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. അത് സേഫാണ്. ഇതിന് റാം എന്ന് പറഞ്ഞാൽ 6 GB ആണ് റാം വരുന്നത്. ഇതിന് കോമ്പറ്റ് ചെയ്യണ മറ്റു മോഡലിനൊക്കെ വരുന്നത് 4 GB റാമാണ്. ഇതിന് 6 GB റാം വരുന്നുണ്ട്. 64 GB റോമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ 128 GB റോം വരുന്നുണ്ട്. അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിലേറെ. ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് MIUI 12 ഡിസൈൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പോക്കോ X2ൻ്റെ ഡിസൈൻ അതാണ്. ഇതിൻ്റെ ക്യാമറ വരുന്നതാണല്ലോ ഡിസൈന് പ്രത്യേകത തന്നെയാണ്. ഫ്ലാഷ് ലൈറ്റ് ഇവിടെയാണ് വരുന്നത്. സൈഡ് ഫിംഗർ പ്രിൻ്റ് ഓപ്ഷനാണ് വരുന്നത്, സെൻസർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള വോയിസാണ് ഇതിൽ, സപ്പോർട്ടിങ് HD വോയിസാണ്. പിന്നെ 4K അൾട്രാ HD വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വ്ളോഗിങ് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഫോണ് 100% നമുക്ക് ഇത് ഉപകാരപ്രദമാകും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് 2 ക്യാമറയാണ്. 20 MB അതുപോലെ തന്നെ 2 MB ഓപ്ഷനിൽ 2 ക്യാമറയാണ് ഇതിൻ്റെ സ്ക്രീൻ ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിതിൽ ഷൂട്ട് ചെയ്ത വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം നമ്മൾ പരിചയപ്പെട്ടു. അപ്പം ഈ ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഈ ഫോണിന് കൊടുക്കുന്ന വിലക്ക് ഉത്തമമായിട്ടുള്ള നിങ്ങൾക്ക് അതിനുള്ള സംതൃപ്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. വ്ളോഗേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഈസി ആയിട്ട് ഈ ഫോണിൽ നല്ല വീഡിയോ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും തമ്പനെയിൽ നിർമ്മിക്കാനും അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലുള്ള എല്ലാത്തിനും ഈ ഫോൺ 100% നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നിങ്ങൾ ഈസി ആയിട്ട് ഇത് ഫോൺ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.